നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഴക്കാലം തുടങ്ങിയപ്പോൾ മുതൽ പാമ്പുകൾ സ്കൂട്ടറിലും ബൈക്കിലും ഹെൽമറ്റിനകത്തും കയറിയിരിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു തുടങ്ങി. വാഹനങ്ങളിൽ മാത്രമല്ല, ഊരിയിട്ടിരിക്കുന്ന ഷൂവിനകത്തും ഇവ കയറിയിരിക്കുന്നത് സ്വാഭാവികമാണ്. മാളങ്ങളിൽ വെള്ളം കയറുന്നതോടെയാണ് പാമ്പുകൾ ജനവാസ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. തണുപ്പ് കാലത്ത് വാഹനങ്ങൾക്കുള്ളിലെ ചൂടും ഇഴജന്തുക്കളെ ആകർഷിക്കും. പാമ്പ് പോലെയുള്ള ഉരകങ്ങൾ തണുത്ത രക്തമുള്ളവയാണ്. അന്തരീക്ഷം തണുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് ഊഷ്മാവ് നിലനിർത്താൻ പലപ്പോഴും ഇവ ചൂട് തേടി പുറത്തിറങ്ങാറുണ്ട്. വരണ്ടതും ചൂടുള്ളതുമായ സ്ഥലങ്ങൾ തേടി പാമ്പ് സ്കൂട്ടറിലേക്ക് ഇഴഞ്ഞു കയറിയേക്കും. പാമ്പുണ്ടായിരിക്കാൻ സാധ്യതയുള്ള കുറ്റിച്ചെടികളും മറ്റും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുകയാണ് സ്വീകരിക്കാവുന്ന ഒരു പോംവഴി. ഇനി അഥവാ വാഹനത്തിനുള്ളിൽ പാമ്പ് കയറുന്ന സാഹചര്യമുണ്ടായാൽ അതിനെ സ്വയം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് കാരണമാകും. വിദഗ്ധന്റെ സഹായം തേടുകയാണ് ഉത്തമം. കുറച്ചു ദിവസം നിർത്തിയിട്ട വാഹനങ്ങളൊക്കെയാണെങ്കിലും ഈ വാഹനങ്ങളിൽ പാമ്പുകൾ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാഹനങ്ങൾ പിന്നീട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. പാമ്പുകളുടെ ശല്യം ഒഴിവാക്കാൻ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അടിക്കടി വീടും ചുറ്റുപാടും വൃത്തിയാക്കി സൂക്ഷിക്കുക. കരിയില, ഓല, കല്ലുകൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇവ വീടിന്റെ പരിസരത്ത് കൂട്ടിയിടരുത്. ഇവയ്ക്കുള്ളിൽ പാമ്പുകൾ വന്നിരുന്നാൽ അറിയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ജനലുകൾക്കരികിലും പൂന്തോട്ടങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ളവ കൂട്ടിയിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.